ഹലോ ഗൈസ്, നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുലാവാട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ തൈരിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുറച്ച് കുരുമുളക് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി, സവോള, ഇത് ഇത്ര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഞാനൊന്ന് ബാസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ കുക്കർ എടുക്കുക, ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്ക്കായിരിക്കും നല്ല ടേസ്റ്റ്. അതിനുശേഷം സ്പൈസസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. വഴണ്ട് താണ്ടി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ആ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ മസാലയൊന്നും ഇടുന്നില്ല, കാരണം ഈ ചിക്കനകത്ത് ഓൾറെഡി മസാല ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വേറെ ഇടുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു മുക്കാൽ വേവിച്ചെടുക്കാം. മുക്കാലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് അരിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം ലാസ്റ്റ് കുറച്ചൊരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. 2 വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എന്തായാലും ഇത് വേവും. ചിക്കൻ ഒരു മുക്കാൽ വെന്ത ചിക്കനകത്തോട്ടാണല്ലോ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വെന്ത് വരുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിനകത്തായിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അടിപൊളി ഒരു പുലാവും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് റൈത്തേൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.